1284 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് 765 പേർ രോഗമുക്തരായതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ 10 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 6000. ഹലോ രാബി, റോയിച്ചാ എവിടെയാണ്? കുറെ നാളായല്ലോ. ചൈനക്കാർ വിചാരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ജോലി അങ്ങ് പോയി കിട്ടി. അയ്യോ, റെന്റും ലോണും ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് പെൻഡിങ്ങാ. പിന്നെ പറയടാ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എടാ ഞാൻ ഇപ്പോൾ ഓഫീസിലാടാ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ ഹലോ. ഓ ഛേ, ഹലോ സൈനു. റോയ് പറയടാ. അളിയ, ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ പൊന്നളിയ, നിനക്ക് 2 ദിവസം മുന്നേ പറയാൻ പാടില്ലായിരുന്നു. അല്ല, റേറ്റ് കിട്ടിയപ്പോ കയ്യിലുള്ള പൈസ മൊത്തം ഞാൻ ഇന്നലെ നാട്ടിലേക്ക് തട്ടി. ഇനിയിപ്പോ ചെലവിനുള്ളതേ കയ്യിലുള്ള വെച്ചു. നീ നമ്മുടെ ആൻഡപ്പനെ വിളിച്ചുകൂടാ. അപ്പൊ ശരിടാ, ബൈ. ഓ ഓക്കേടാ. ഓക്കേടാ, ശരി, ഓക്കെ. മച്ചാനെ പറ. ഹലോ ഒരു 4000 ദിർഹംസ് മറിക്കാനുണ്ടാവോ? തമാശ പറയാതെ പോടെ. ഞാൻ ആരോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. എടാ, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ കൂടി വിളിക്കാൻ നിന്നെ കേട്ടോ. ഹലോ ഹലോ ഹലോ. ഹലോ ഹബീബി, where money? I will give you soon, Ahmad. Give me some more time, please. Brother, I ask you for rent. Every time you say you arrange money, but no money. You give me money Okay. before Friday, maafi mushkil. Okay. If no, I submit check and bang, you have problem, okay? Sure. Okay. Ma salama. തനിക്ക് എന്തുവാണ് വേണ്ടത്? പോടോ. ഹലോ ചായ എന്തായി? എന്താകാൻ, നല്ല ടൈം തന്നെ. ജോലി പോയപ്പോൾ പട്ടിയുടെ വിലയാണ്. സാരല്ല ചായ, ജോലി കിട്ടുന്നവരുള്ള പ്രയാസമല്ലേ ഉള്ളൂ. ഇച്ചാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും. പിന്നെ ഒരു മിനിറ്റ്, മോക്ക് പപ്പയോട് എന്തോ പറയണമെന്ന്. മോളെ കൊടുത്തേ. പൊന്നൂസേ, ഇന്ന് ക്ലാസ്സിലൊന്നും പോയില്ലേ? ഓ, ഈ പപ്പായ ഒരു കാര്യം, സാറ്റർഡേ ഹോളിഡേ അല്ലേ? ഓ, പപ്പ മറന്നുപോയി മോളെ. ഇന്നലെ സ്കൂളിൽ ആനുവൽ ഡേ പരിപാടി ഉണ്ടായിരുന്നു. പപ്പാരെ മോളെക്കാണ് സ്റ്റോറി സ്റ്റെല്ലിംഗിൽ ഫസ്റ്റ് പ്രൈസ്. ആഹാ, എന്ത് സ്റ്റോറിയാ മോള് പറഞ്ഞത്? നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു മോറലുള്ള സ്റ്റോറി ഇല്ലേ? വെരി ഗുഡ്. ഇതിനുള്ള സമ്മാനം പപ്പ നാട്ടിൽ വരുമ്പോ തരാം കേട്ടോ. പപ്പ. ഓക്കെ മോളെ, Love you so much. ലവ് യു Bye ടു. bye. ബൈ. തനിക്ക് എന്തുവാണ് വേണ്ടത്? പോടൂ. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു മോറലുള്ള സ്റ്റോറി ഇല്ലേ? കർത്താവേ, അയാളങ്ങ് പോയെന്ന് തോന്നുന്നല്ലോ. എത്രയായി? അല്ലെങ്കിൽ ഈ വെള്ളം മാത്രം മതിയേ? അത് ഒരു ഓ, വാപ്പാ, ഫുഡൊന്നും മേടിച്ചില്ലേ വാപ്പാ? എനിക്ക് വിശന്നിട്ട് വയ്യ. വാപ്പാടെ മോള് ഇപ്പം ഈ വെള്ളം കുടിക്കുക. വാപ്പാ വേറെ ഫുഡ് മേടിച്ചിട്ട് വരാം കേട്ടോ.
മോളെ ഇതുകൊണ്ട് കഴിച്ചു. ഓക്കെ, ശരി. വാപ്പാ ദാ നോക്കിയേ, ആ അങ്കിൾ എനിക്ക് വാങ്ങി തന്നതാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ വളരെ മോശമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത്. അതൊന്നും സാരമില്ല. എൻ്റെ ജോലി പോയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്താണ് നിങ്ങൾ എന്നോട് വന്ന് കാശ് ചോദിച്ചത്. പിന്നെ ഓർത്തപ്പോൾ നമ്മൾ രണ്ടുപേരും ചെയ്തത് ഒന്ന് തന്നെയല്ലേ. ആ സമയത്ത് പലരെയും വിളിച്ച് കാശ് ചോദിക്കുകയായിരുന്നു ഞാനും. സാരമില്ല, വിഷമിക്കണ്ട. നിങ്ങൾക്കറിയോ, എൻ്റെ ജോലി പോയിട്ട് ഇന്നേക്ക് 5 മാസമായി. എൻ്റെ അവളുടെ ആകെപ്പാടുള്ളൊരു ആഗ്രഹമായിരുന്നു അവളുടെ വാപ്പാടെ കൂടെ ദുബായിൽ കുറച്ചാൾ താമസിക്കണമെന്ന്. അതുകൊണ്ട് അവളുടെ പൈസയൊക്കെ വെച്ച് ഒരു വിസിറ്റ് എടുത്ത് അവരെ കൊണ്ടുവന്നു. പക്ഷേ അവരെത്തി 1 മാസത്തിന് എൻ്റെ ജോലി പോയി. പിന്നെ ഈ കൊറോണയൊക്കെ കാരണം ഇവരെ തിരിച്ച് നാട്ടിലോട്ട് വിടാൻ പറ്റാത്തൊരവസ്ഥയായി. ആദ്യമൊക്കെ അറിയാവുന്നവരൊക്കെ കുറേ സഹായിച്ചിരിക്കുന്നു. പിന്നെ സഹായം ചോദിക്കുമ്പോൾ അറിയാവുന്നവരുടെ മുഖമൊക്കെ കറുത്തു തുടങ്ങി. അതുകൊണ്ട് അറിയാത്തടുത്ത് ചോദിക്കാമെന്ന് വെച്ചാൽ ഒന്നും കേട്ടാ, എനിക്ക് ഇപ്പോഴും പടച്ചോറിനെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. നിങ്ങളിപ്പോൾ എൻ്റെ കുഞ്ഞിന് ഫുഡും വാങ്ങി ഞാൻ പറയാണ്ട് ഇവിടെ വരെ വന്നില്ലേ, അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാം ശരിയാമ്പായി. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിക്കും. പിന്നെ ഇത് കയ്യിലിരിക്കും. പടച്ചോ നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ കേട്ടോ. ശരിയെന്നാ. ഹലോ, അഭിയാണ്. അഭി പറ. നേരത്തെ എൻ്റെ ബോസ് വിളിച്ചിരുന്നു, അതാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത്. എടാ, നീ നിൻ്റെ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വാ. ഒരു ജോലി ആവുന്നവരെ എൻ്റെ കൂടെ നിൽക്കാമല്ലോ. ക്യാഷിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. നീ ഒന്നും പറയണ്ട, വൈകിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നേക്കണം കേട്ടല്ലോ. ഞാൻ എത്തിക്കോളാം. അപ്പോൾ ശരിയല്ലേ? ഓക്കെ, ബൈഡാ. ഹലോ ഹലോ, ഇത് ഷറഫല്ലേ? അതെ. ഞാൻ അഭിലാഷ്. നിങ്ങളൊരു സുഹൃത്ത് വഴിയാണ് എനിക്ക് താങ്കളുടെ നമ്പർ കിട്ടിയത്. നിങ്ങളുടെ നാട്ടിൽ പോകാൻ പറ്റാതെ കുടുംബവുമായിട്ട് സ്റ്റക്കായി കിടക്കണമെന്ന് പറഞ്ഞു. അതെ. നിങ്ങളെപ്പോലെ ഒരുപാട് പ്രവാസികളിലൂടെ ഈ അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കോളേജ് അലുമിനി സംഘടിപ്പിക്കുന്ന ഫ്ലൈ ഹോം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ഓക്കെ, ബൈ. ഷെറഫിനെ പോലെയുള്ള ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. പക്ഷേ പലപ്പോഴും അവരെ നമ്മൾ കാണാറില്ല. കാരണം അവർ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണ്. ഒന്ന് എത്തി നോക്കിയാൽ, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയും. എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. എന്നാൽ ഒരാളെ സഹായിക്കാനെന്ന് കഴിയാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റണമെന്നുമില്ല. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം, അത് ഉറപ്പാണ്.